എല്ലാവർക്കും നമസ്കാരം. സഹകാരിയുടെ പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ആസ് യൂഷ്വൽ എന്താണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്യുന്നതല്ലേ. കമ്പ്യൂട്ടർ അസിസ്റ്റന്റും LD ടൈപ്പിസ്റ്റ്, സ്റ്റെനോഗ്രാഫർ എന്തൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവർക്കൊക്കെ ആയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആണ്. ഇന്നത്തെ സെക്ഷനിൽ കുറച്ചുകൂടി ഗ്രാജുവേറ്റ് ലെവലിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്. സോ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സ്വിച്ചിങ് ബിറ്റ്വീൻ പോർട്രേറ്റ് ആൻഡ് ലാൻഡ്സ്കേപ്പ് മോഡ് ഇൻവോൾവ്സ് ദ ഡാഷ്. അതെന്താ? പോർട്രേറ്റും ലാൻഡ്സ്കേപ്പും മോഡ് നമ്മൾ സ്വിച്ച് ചെയ്യുന്നു. സ്വിച്ച് ചെയ്യുന്നത് ഏതിനകത്ത് നിന്നാണ്, ഏത് ഓപ്ഷനിൽ നിന്നാണ് നമ്മൾ എടുക്കുന്നതെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. നോക്കിയാൽ അല്ലേ, സ്വിച്ചിങ് ബിറ്റ്വീൻ പോർട്രേറ്റ് ആൻഡ് ലാൻഡ്സ്കേപ്പ് മോഡ് ഇൻവോൾവ്സ് ദ ഏതിനകത്താണ്? നമ്മുടെ ഓപ്ഷൻസ് ഏതൊക്കെയാണ് നമുക്ക് തന്നിരിക്കുന്നത് നോക്കിയേ. എ പ്രിന്റ് ലേഔട്ട് വ്യൂ, ബി ഹെഡർ ആൻഡ് ഫ്യൂട്ടർ ടൂൾ ബോക്സ്, സി പേജ് സെറ്റപ്പ് ഡയലോഗ് ബോക്സ് ആൻഡ് ഡി നൺ ഓഫ് ദ എബോ. ഇതിലൊന്നും അല്ല. നമ്മൾ ഏതാ പേജ് സെറ്റപ്പ് പ്രിന്റ് ലേഔട്ടിൽ നിന്നാണോ ലാൻഡ്സ്കേപ്പ് ആൻഡ് പോർട്രേറ്റ് സെലക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഹെഡർ ആൻഡ് ഫൂട്ടർ ടൂൾ ബോക്സ് ആണോ, ദെൻ പേജ് സെറ്റപ്പ് ഡയലോഗ് ബോക്സ് ആണോ, അല്ലെങ്കിൽ ഇതിലൊന്നിലുമല്ല. ഏതിൽ നിന്നാണ് എടുക്കുന്നത് നോക്കിയേ. സ്വിച്ചിങ് ബിറ്റ്വീൻ പോർട്രേറ്റ് ആൻഡ് ലാൻഡ്സ്കേപ്പ് മോഡ്, അത് ഏതിലാണ് ഉള്ളത്? ഏത് ടൂൾ ബോക്സിലാണ് അല്ലെങ്കിൽ ഏത് ഡയലോഗ് ബോക്സിനകത്താണ് നമുക്ക് ഉള്ളതെന്ന് നോക്കിയേ. ഏതിലാണെന്ന് കിട്ടുന്നുണ്ടോ? ഏതാണടാ നമ്മുടെ ഓപ്ഷൻ വരുന്നത്, ആൻസർ വരുന്നത്? പേജ് സെറ്റപ്പ് ഡയലോഗ് ബോക്സ് അല്ലെ. പേജ് സെറ്റപ്പിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മുടെ പേജ് നമ്മൾ വേർഡ് എടുക്കുമ്പോൾ നമ്മുടെ പേജ് എങ്ങനെയാണ്, നമ്മുടെ പോർട്രേറ്റ് ആയിട്ട് വേണോ ലാൻഡ്സ്കേപ്പ് ആയിട്ട് വേണോ എന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? പേജ് സെറ്റപ്പ് ഡയലോഗ് ബോക്സ് ആണല്ലേ. പോർട്രേറ്റ് ലാൻഡ്സ്കേപ്പ് എന്താണെന്നറിയല്ലേ, നമുക്ക് രണ്ട് ഓറിയന്റേഷൻ ആണ് ആകെ ഉള്ളത്, പോർട്രേറ്റ് ആൻഡ് ലാൻഡ്സ്കേപ്പ്. ദെൻ അപ്പൊ നമുക്ക് അതിൽ ഏതാണ് ആവശ്യം, നമുക്ക് ഏതിൽ നിന്നാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് ചോദിച്ചാൽ അത് ഏതാണ്? പേജ് സെറ്റപ്പ് ഡയലോഗ് ബോക്സിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പോർട്രേറ്റ് ആൻഡ് ലാൻഡ്സ്കേപ്പ് സെലക്ട് ചെയ്യുന്നത്. ഓക്കെ ആണോ? ഈ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ തന്നെയാണ്. ഒന്നുകൂടെ ശ്രദ്ധിച്ചാൽ മതി. പോർട്രേറ്റ് ആൻഡ് ലാൻഡ്സ്കേപ്പ് മോഡ് ഇൻവോൾവ്സ് എന്നാണ്. പോർട്രേറ്റ് ആൻഡ് ലാൻഡ്സ്കേപ്പ് എവിടെ നിന്ന് നമ്മൾ സെലക്ട് ചെയ്യുന്നു? പേജ് സെറ്റപ്പ്. ഓർക്കുക, പോർട്രേറ്റ് ആൻഡ് ലാൻഡ്സ്കേപ്പ് ഓറിയന്റേഷൻ ആണ്. ഓറിയന്റേഷൻ എന്താണ്? നമ്മളെ പേജിനെ സെറ്റ് ചെയ്യുന്നതാണ്. ലംബമായിട്ട് വേണോ തിരച്ചീനമായിട്ട് വേണോ എന്ന് നമ്മുടെ പേജിന് സെറ്റ് ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത്? ഓറിയന്റേഷൻ എന്ന് പറയുന്നത്. നമ്മൾ എങ്ങനെ വ്യൂ ചെയ്യണം എന്നുള്ളത്. നമുക്ക് എന്താ ലംബമായി വെർട്ടിക്കലായിട്ട് നമുക്ക് ആ പേജിനെ കാണുന്നതാണ് എന്തെന്ന് പറയുന്നത്? പോർട്രേറ്റ് എന്ന് പറയുന്നത്. നമ്മൾ വെർട്ടിക്കലായിട്ട് മീൻസ് തിരച്ചീനമായി ഹൊറിസോണ്ടലായി കാണുന്നു, തിരച്ചീനമായിട്ട് ആ കാണുന്നത് എന്താണ്? മീൻസ് ലാൻഡ്സ്കേപ്പ് ആണ്. അപ്പൊ ഇതിൽ ഏത് രീതിയിൽ നമുക്ക് നമ്മുടെ പേജ് വിസിബിൾ ആവണം എന്ന് സെലക്ട് ചെയ്യുന്ന ഓപ്ഷൻ ഏതാണ്? അല്ലെങ്കിൽ ഏത് ഡയലോഗ് ബോക്സിൽ നിന്നാണ് എടുക്കുന്നത് ചോദിച്ചാൽ അത് ഏതാണ്? പേജ് സെറ്റപ്പ് ഡയലോഗ് ബോക്സ്. മറക്കരുത്, ശ്രദ്ധിക്കുക. പേജ് സെറ്റപ്പ് ഡയലോഗ് ബോക്സിൽ നിന്നാണ് നമ്മൾ പോർട്രേറ്റ് ഓർ ലാൻഡ്സ്കേപ്പ് എന്നുള്ള ഓറിയന്റേഷൻ നമ്മൾ സെലക്ട് ചെയ്യുന്നത്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിച്ചാൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. Dash is a collection of predefined design elements and color scheme. ശ്രദ്ധിക്കുക, മുൻകൂട്ടി ഡിഫൈൻ ചെയ്തിട്ടുള്ള ഡിസൈൻ എലമെന്റ് ആൻഡ് കളർ സ്കീം. ഡിസൈൻ എലമെന്റും കളർ സ്കീമും അല്ലേ. നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഓൾറെഡി അവരൊരു സെറ്റ് ചെയ്തിട്ടുണ്ടാവും. നമ്മളിപ്പോൾ ഒരു എക്സാമ്പിൾ, ഒരു പ്രസന്റേഷൻ എടുത്തു, അത് മുൻകൂട്ടി സെറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് നമുക്കൊന്നും ചെയ്യേണ്ട. അപ്പിയറൻസ് നമ്മൾ ഏത് കളറിൽ കാണണം, അതിന്റെ കൊടുത്തിരിക്കുന്ന ബാക്ക്ഗ്രൗണ്ട് എന്താണ്, അതിൽ എന്തൊക്കെ ടെക്സ്റ്റ് ബിഹൈൻഡ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും, ഇതെല്ലാം പ്രീ ഡിഫൈൻഡ് ആയിട്ട് കണ്ടോ. പ്രീ ഡിഫൈൻഡ് ആയിട്ട് സെറ്റ് ചെയ്ത ഡിസൈൻ ആൻഡ് എലമെന്റ്സ് ആൻഡ് കളേഴ്സ് ആണ്. അതിന്റെ കളർ വരെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് ഓൾറെഡി ഉണ്ട്. നമുക്ക് എന്താ വേണമെങ്കിൽ കസ്റ്റമൈസ് ചെയ്യാം, നമുക്ക് ഇഷ്ടത്തിന് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം. പക്ഷെ എന്താ, ഇത് പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ളത് ഉള്ള സ്കീമിനെ നമ്മൾ കളക്ഷൻ ഓഫ് പ്രീ ഡിഫൈൻഡ് ഡിസൈൻ ആൻഡ് എലമെന്റ്സ് സ്കീമിനെ പറയുന്ന പേരെന്താണ്? അതിന് നമ്മൾ എന്ത് പറയും? പ്രീ ഡിഫൈൻഡ് ആണ്. അപ്പൊ അതിന് എന്ത് പറയും നമ്മൾ എന്നാണ്. ഓപ്ഷൻസ് നോക്കിയാൽ ഓപ്ഷൻ എ ഫ്യൂച്ചേഴ്സ്, ഓപ്ഷൻ ബി ഹൈപ്പർ ലിങ്ക്, ഓപ്ഷൻ സി പാലേറ്റ് ആൻഡ് ഓപ്ഷൻ ഡി തീം. ഇതിൽ ഏതായിരിക്കുമടാ? നമ്മൾ ഏത് സെലക്ട് ചെയ്യും? നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ നമുക്ക് പ്രീ ഡിഫൈൻഡ് ആയിട്ട് നമ്മളൊരു പവർ പോയിന്റ് ഓപ്പൺ ചെയ്തു, അല്ലെങ്കിൽ എന്താ നമുക്ക് അവിടെ പ്രീ ഡിഫൈൻഡ് ആയിട്ട് കുറച്ച് സ്ലൈഡുകൾ കാണാൻ പറ്റി, അതിനൊരു ബാക്ക്ഗ്രൗണ്ട് കളർ ഉണ്ടാവും, ഒരു എഫക്ട്സ് ഉണ്ടാവും, ഇതെല്ലാം എല്ലാം സെറ്റ് ചെയ്തതായിരിക്കും. അപ്പൊ അത് ഏതാണെന്ന് ആലോചിച്ച് നോക്കിയേ. ഏതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്? നമ്മുടെ ആൻസർ ഏതാണിടാ വരുന്നേ? നമ്മുടെ ആൻസർ തീമാണ്. തീമിലാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? കറക്റ്റ് പ്രീ ഡിഫൈൻഡ് ആയിട്ട് സെറ്റ് ചെയ്ത് നമ്മളൊരു പവർ പോയിന്റ് കൊടുത്ത് നോക്കിയാൽ കാണാൻ പറ്റും. ഒരു ഡിസൈൻ ടാബ് എടുക്കുമ്പോൾ തീംസ് കാണാം, അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് സ്ലൈഡുകൾ ഇങ്ങനെ കാണാം. നമ്മൾ അത് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ എല്ലാ സ്ലൈഡുകളിലും ആ തീം വിസിബിൾ ആയിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. ഈ പറയുന്ന ഇതാണ് എന്തെന്ന് പറയുന്നത്? പ്രീ ഡിഫൈൻഡ് എലമെന്റ്സ് ആൻഡ് കളർ സ്കീം എന്ന് പറയുന്നതിന് ആ പറയുന്ന പേരെന്ത്? തീം എന്ന് പറയുന്നത്. നമ്മൾ ചെയ്തതിൽ ഏത് തീമാണ്, ഏത് തീമിന്. അപ്പൊ നമുക്ക് എന്താ, അതിനൊരു ഓൾറെഡി സെറ്റ് ആയിരിക്കും, പ്രീ ഡിഫൈൻഡ് ആയിരിക്കും. ഓക്കെ ആണോ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ,
നോക്കുക, ഇത് ഒരു ഡിഗ്രി ലെവലിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്, സൂപ്രണ്ട് ലെവലിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ടാണ് ഇച്ചിരി സ്റ്റേറ്റ്മെന്റ് വൈസ് ആയിട്ട് നമുക്ക് തന്നിട്ടുള്ളത്. കുറച്ചുകൂടി നമ്മൾ എന്താ പറയുക സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്ത് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഒന്ന് നോക്കുക. അപ്പർ കേസ് ഓൺ ചേഞ്ച് കേസ് ഡയലോഗ് ബോക്സ് ആൻഡ് ഓൾ ക്യാപ്സ് ഓൺ ഫോണ്ട് ഡയലോഗ് ബോക്സ് ബോത്ത് കൺവേർട്ട് ദ സെലക്ടഡ് ടെക്സ്റ്റ് ഇൻടു ക്യാപിറ്റൽ ലെറ്റേഴ്സ്. ക്വസ്റ്റ്യൻ ഒന്നുകൂടി ശ്രദ്ധിക്കൂ. അപ്പർ കേസ് ആൻഡ് ചേഞ്ച് കേസ് ഡയലോഗ് ബോക്സ്, ഇത് രണ്ടും എന്താ? അപ്പർ കേസ് ആൻഡ് ചേഞ്ച് കേസ് ഡയലോഗ് ബോക്സ് ആൻഡ് ഓൾ ക്യാപ്സ് ഓൺ ഫോണ്ട് ഡയലോഗ് ബോക്സ്. അപ്പൊ ചേഞ്ച് കേസ് എന്നുള്ള ഡയലോഗ് ബോക്സിലെ അപ്പർ കേസ് എന്ന് പറയുന്ന ഓപ്ഷനും ദെൻ ഓൾ ക്യാപ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ഏതിൽ നിന്നാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്? ഫോണ്ട് ഡയലോഗ് ബോക്സിൽ ഓൾ ക്യാപ്സ് എന്ന് പറയുന്ന ഓപ്ഷനും എന്താണ്? ഒരു ഫോണ്ട് എഫക്റ്റ് ആണ് അല്ലെ? ഫോണ്ട് ബോക്സിലെ എഫക്റ്റ് ആണ് ഓൾ ക്യാപ്സ്, സ്മോൾ ക്യാപ്സ്, ഹിഡൻ എന്നൊക്കെ പറയുന്നത് എന്താണ്? സ്ട്രൈക്ക് ത്രൂ, ഡബിൾ സ്ട്രൈക്ക് ത്രൂ, ഓൾ ക്യാപ്സ്, സബ്സ്ക്രിപ്റ്റ്, സൂപ്പർ സ്ക്രിപ്റ്റ്, ഓൾ ക്യാപ്സ്, സ്മോൾ ക്യാപ്സ്, ഹിഡൻ എന്നൊക്കെ പറയുന്നത് എന്താണടാ? അത് ഫോണ്ട് എഫക്ട്സ് ആണ്. അതിപ്പോ നമ്മൾ എവിടെ നിന്ന് എടുക്കുന്ന? ഫോണ്ട് ഡയലോഗ് ബോക്സിൽ നിന്നാണ്. ഫോണ്ട് ഡയലോഗ് ബോക്സിൽ നിന്ന് നമ്മൾ എടുക്കുന്നതാണ് ഈ ഓൾ ക്യാപ്സ് എന്ന് പറയുന്ന ഒരു ഫോണ്ട് എഫക്റ്റ്. അതും ചേഞ്ച് കേസ് ഡയലോഗ് ബോക്സിൽ നിന്ന് നമ്മൾ എടുക്കൂലേ? അപ്പർ കേസ്, ലോവർ കേസ് എന്ന് പറഞ്ഞ് സെലക്ട് ചെയ്തില്ലേ? ഓൾ കൺവേർട്ട് അപ്പറിലോട്ട് മാറ്റുക, അപ്പർ കേസ്, ലോവർ കേസ്, ടോഗിൾ കേസ് എന്ന് പറഞ്ഞ്, സെന്റൻസ് കേസ് എന്ന് പറഞ്ഞ് മാറ്റുന്നില്ലേ? അതും എന്താണ്? കൺവേർട്ട് ദ സെലക്ടഡ് ടെക്സ്റ്റ് ഇൻടു ക്യാപിറ്റൽ ലെറ്റേഴ്സ്. അവരെന്ത് ചെയ്യും? സെലക്ട് ചെയ്ത ടെക്സ്റ്റിനെ ക്യാപിറ്റലിലേക്ക് കൺവേർട്ട് ചെയ്യും. കൺവേർട്ട് ചെയ്യുന്നു, ക്യാപിറ്റൽ ലെറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ബോത്ത് ആർ എന്താണ്? സിമിലർ. എന്താണ് ക്വസ്റ്റ്യൻ? നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണെടാ? വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ടു? ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്നാണ് നമുക്ക് ചോദിച്ചിരിക്കുന്നത്. നോക്കൂ, അപ്പർ കേസ് ചേഞ്ച് ഡയലോഗ് ബോക്സിലെ അപ്പർ കേസ് എന്നുള്ള ഓപ്ഷനും ഫോണ്ട് ഡയലോഗ് ബോക്സിലെ ഓൾ ക്യാപ്സ് എന്നുള്ള ഓപ്ഷനും തന്നിട്ട് എന്താണ് ഇത് തമ്മിലുള്ള രണ്ടും എന്ത് ചെയ്യുന്നു? സെലക്ടഡ് ടെക്സ്റ്റിനെ ക്യാപിറ്റൽ ലെറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. ഓക്കെയാണ്. അപ്പൊ ഇത് തമ്മിലുള്ള വ്യത്യാസം എന്തെന്നാണ് ചോദ്യം. രണ്ടും ഓൾറെഡി കൺവേർട്ട് ചെയ്യുന്നല്ലോ. അപ്പൊ അതിന്റെ വ്യത്യാസം എന്താണ്? ഈ വ്യത്യാസം എന്താണെടാ? നമ്മൾ ഓപ്ഷൻസ് നോക്കൂ. ഓപ്ഷൻ എ, ഓൾ ക്യാപ്സ് ഓൺ ഫോൺ ഡയലോഗ് ബോക്സ് മേക്സ് ദ ചേഞ്ച് പെർമനന്റ് വെയർ ചേഞ്ച് കേസ് ക്യാൻ ബി ഓൾവേസ് റിവേർട്ട്. എന്താ? ഓൾ ക്യാപ്സ് എന്ന് പറയുന്ന ഫോൺ ഡയലോഗ് ബോക്സിൽ ഓൾ ക്യാപ്സ് എന്ന് പറയുന്നത് എന്താണ്? ചേഞ്ച് നമ്മൾ കൺവേർട്ട് ചെയ്താൽ അത് പെർമനന്റ് ആയിരിക്കും. എന്നാൽ എന്താ? ചേഞ്ച് കേസിൽ നിന്ന് നമ്മൾ കൺവേർട്ട് ചെയ്ത് നമുക്കത് തിരിച്ചു മാറ്റാനായിട്ട് സാധിക്കും. അതാണ് ഒന്നാമത്തെ ഓപ്ഷൻ. ശ്രദ്ധിക്കുക, ഓൾ ക്യാപ്സ് ഫോണ്ട് ഡയലോഗ് ബോക്സിലെ ഓൾ ക്യാപ്സ് നമുക്ക് എന്താണ് ചെയ്താൽ അത് പെർമനന്റും, ചേഞ്ച് കേസിലെ ബോക്സിൽ നിന്ന് നമ്മളെടുത്ത് അപ്പർ കേസ് കൊടുത്താൽ അത് റിവേർട്ട് ചെയ്യാനായിട്ടും സാധിക്കും. അത് ഓപ്ഷൻ നമ്പർ 1. ദെൻ ഓപ്ഷൻ നമ്പർ ബി. ഓപ്ഷൻ ബി നോക്കൂ. ചേഞ്ച് കേസ് മേക്സ് കൺവേർഷൻ പെർമനന്റ് ബട്ട് ഓൾ ക്യാപ്സ് ഓൺ ഫോണ്ട് ക്യാൻ ഓൾവേസ് ബി റിവേർട്ട്. നമ്മൾ ഓൾ ക്യാപ്സ് ചേഞ്ച് കേസ് കൊടുത്താൽ അതെന്താണ്? അത് പെർമനന്റ് ആയിരിക്കും. എന്നാൽ ഓൾ ക്യാപ്സ് കൊടുത്താലോ അത് നമുക്ക് റിവേർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് ഓൾ ക്യാപ്സ് നമ്മൾ എല്ലാം ക്യാപിറ്റലിലേക്ക് മാറ്റി കഴിഞ്ഞാൽ റിവേർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? തിരിച്ചത് പഴയ സ്ഥിതിയിലേക്ക്, പൂർവ്വസ്ഥിതിയിലേക്ക് മാറ്റുക. അതിന് സാധിക്കും. ഓപ്ഷൻ ബി ആണത്. മനസ്സിലായല്ലോ? ആദ്യത്തേത് ഫോണ്ട് ഓൾ ക്യാപ്സ് ആണ് പെർമനന്റ് എന്ന് പറഞ്ഞു, രണ്ടാമത്തേത് ചേഞ്ച് കേസ് ആണ് പെർമനന്റ് എന്ന് പറഞ്ഞു. ദെൻ മൂന്നാമത്തെ ഓപ്ഷൻ സി നോക്കൂ. ഇറ്റ് ഈസ് ഫാസ്റ്റർ ടു കൺവേർട്ട്. നോക്കിയേ, ഫാസ്റ്റർ ടു കൺവേർട്ട് ഫ്രം ചേഞ്ച് കേസ് ദാൻ ഫ്രം ഫോണ്ട് ഡയലോഗ് ബോക്സ്. എന്താണ്? ഫാസ്റ്റർ ആണ്. ചേഞ്ച് കേസിനേക്കാളും ഫോണ്ട് ഡയലോഗ് ബോക്സിൽ നിന്ന് ചേഞ്ച് കേസ് ഫാസ്റ്റർ ആണ്. ഫ്രം ദാറ്റ് എവിടെ നിന്ന്? ഫോണ്ട് ഡയലോഗ് ബോക്സിനേക്കാൾ ഫാസ്റ്റർ ആണെന്ന്. ആണോ? ഇല്ല, അത് ബോത്ത് സിമിലർ ആയിരിക്കും. കാരണം നമ്മൾ ചെയ്യുന്ന സ്പീഡ് അനുസരിച്ചല്ലേ. ദെൻ എന്താ? ലാസ്റ്റ് ഓപ്ഷൻ, ബോത്ത് ആർ സെയിം, ദേ ആർ ഓൺലി ടു ഡിഫറെന്റ് വേ ഓഫ് ക്യാപിറ്റലൈസേഷൻ ഓഫ് ടെക്സ്റ്റ്. രണ്ട് സെയിം ആണ്, ക്യാപിറ്റലൈസേഷൻ ഓഫ് ടെക്സ്റ്റ് ആണ്. അത് വരുമോ? ഒന്ന് ചിന്തിച്ചു നോക്കി. അങ്ങനെയാണ് പിന്നെ രണ്ട് ഓപ്ഷൻ വെക്കേണ്ട കാര്യമില്ലല്ലോ. രണ്ട് രീതിക്ക് വെക്കേണ്ട കാര്യമുണ്ട്. ചേഞ്ച് കേസ് എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഫോണ്ട് ഡയലോഗ്സ്, ഫോണ്ട് എഫക്ട്സ് എന്ന് പറഞ്ഞിട്ട് അത് ഡിഫൈൻ ചെയ്യേണ്ട അല്ലെങ്കിൽ അത് ഇങ്ങനെ സെറ്റ് ചെയ്യേണ്ട കാര്യമുണ്ടോ? ഇല്ല. അപ്പൊ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? അത് ചിന്തിച്ച് നമുക്ക് പ്രസന്റ്ലി കാഴ്ചയ്ക്ക് നമുക്ക് പെട്ടെന്ന് എന്ത് തോന്നും? ഒരുപോലെയാണെന്ന് തോന്നും. രണ്ടും ക്യാപിറ്റലൈസ് ചെയ്യുന്നതല്ലേ, അപ്പൊ അത് ഒരുപോലെയല്ലേ എന്ന് നമുക്ക് ചിന്തിക്കാം. പക്ഷെ അതെന്താണ്? അങ്ങനെയാണെങ്കിൽ അതൊന്നുകൂടെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, അങ്ങനെയാണെങ്കിൽ പിന്നെ രണ്ട് ഓപ്ഷൻ വെക്കേണ്ട കാര്യമുണ്ടോ അതിനകത്ത്? ഒരിക്കലും ഇല്ല അല്ലേ, കാരണം അതിന്റെ ആവശ്യമില്ല. അപ്പൊ എന്ത് ചെയ്യണം? അപ്പൊ എന്താ? ആ ഓപ്ഷൻ നമ്മൾ എലിമിനേറ്റ് ചെയ്തു. ശ്രദ്ധിക്കുക. അപ്പൊ അടുത്ത ഇതെന്താണ്? ഇറ്റ് ഈസ് ഫാസ്റ്റർ ടു കൺവേർട്ട് ഫ്രം ചേഞ്ച് കേസ് ദാൻ ദ ഫോണ്ട് ഡയലോഗ് ബോക്സ്. ഫാസ്റ്റർ ആണെന്ന്. അതെന്താ? രണ്ട് സിമിലർ ആണല്ലേ. നമുക്ക് ചെയ്യാൻ അറിയാമെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്ത് ചെയ്യുന്നത് അനുസരിച്ചിരിക്കും. അപ്പൊ ഫാസ്റ്റർ ആണ്, കൺവേർട്ട് ആണെന്ന് പറയുന്നത് ഇത് അത് ആ ഓപ്ഷൻ നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും.
ഇല്ല. സോ നമ്മൾ ഇതും എലിമിനേറ്റ് ചെയ്തു. പിന്നെ നമ്മളെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കുന്ന ഈ 2 കാര്യമാണ്. ഇതിൽ ഏതാണടാ നമ്മൾ എന്താ ഫോണ്ട് ഡയലോഗ് ബോക്സ് പെർമനന്റ് ആണെന്നും ഓൾ ക്യാപ്സ് ഫ്രം ഫോണ്ട് ഡയലോഗ് ബോക്സ് പെർമനന്റ് ആണെന്നാണ്, പിന്നെ എന്താ ചേഞ്ച് കേസ് റിവേർട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെയാണോ അതോ ചേഞ്ച് കേസ് പെർമനന്റ് ആണും ഓൾ ക്യാപ്സ് നമുക്ക് റിവേർട്ട് ചെയ്യാനായിട്ട് പറ്റും? ഇതിലേതാണ്? ഫോണ്ട് എഫക്ട്സ് റിവേർട്ട് ചെയ്യാനായിട്ട് പറ്റില്ലേ? പറ്റും. സോ അവർ ആൻസർ എന്താണ്? അവർ ആൻസർ ആയിട്ട് വരുന്നത് ബി ആണ്. അവർ ആൻസർ എന്താ? ചേഞ്ച് കേസ് മേക്സ് കൺവേർഷൻ പെർമനന്റ് ബട്ട് ഓൾ ക്യാപ്സ് ഓൺ ഫോണ്ട് ക്യാൻ ഓൾവേസ് ബി റിവേർട്ട്. നമുക്ക് ഫോണ്ട് എഫക്ട്സ് അല്ലെ ഫോണ്ട് ബോക്സിൽ നിന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? റിവേർട്ട് ചെയ്യാനായിട്ട് സാധിക്കും, പൂർവ്വസ്ഥിതിയിലേക്ക് മാറ്റാനായിട്ട് സാധിക്കും. ചേഞ്ച് കേസിലുള്ളതാണെങ്കിലോ കൺവേർഷൻ പെർമനന്റ് ആണ്. നമ്മൾ സെലക്ട് ചെയ്ത് ചേഞ്ച് കേസ് കൊടുത്താൽ അത് പെർമനന്റും, ഫോണ്ട് ഡയലോഗ്സിൽ പോയിട്ട് നമ്മൾ ഓൾ ക്യാപ്സ് സെലക്ട് ചെയ്താൽ നമുക്ക് അത് എന്ത് ചെയ്യാൻ പറ്റും? റിവേർട്ട് ചെയ്യാനും പറ്റും. അതുകൊണ്ട് തന്നെ നമ്മുടെ ആൻസർ ഏതാണടാ? ഓപ്ഷൻ ബി. ചേഞ്ച് കേസ് മേക്സ് കൺവേർഷൻ പെർമനന്റ് ബട്ട് ഓൾ ക്യാപ്സ് ഓൺ ഫോണ്ട് ക്യാൻ ഓൾവേസ് ബി റിവേർട്ടഡ്. ഓക്കെ ആണോ? ഓക്കെ ആണ്. നോക്കുക, ഒരു ഇച്ചിരി കൂടി ഒരു വലിയ ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ഒന്നുകൂടെ ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാവും. അപ്പർ കേസ് ഓൺ ചേഞ്ച് കേസ് ഡയലോഗ് ബോക്സ് ആൻഡ് ഓൾ ക്യാപ്സ് ഓൺ ഫോണ്ട് ഡയലോഗ് ബോക്സ് ബോത്ത് കൺവേർട്ട് സെലക്ടഡ് ടെക്സ്റ്റ് ഇൻ ടു ക്യാപിറ്റൽ ലെറ്റർ. രണ്ടും ക്യാപിറ്റൽ ലെറ്ററിലേക്ക് സെലക്ട് ചെയ്യുന്നതാണ്. ആണല്ലോ? ആണ്. അതിൽ വ്യത്യാസമൊന്നുമില്ല. പക്ഷെ അതിന്റെ ഡിഫറൻസ് ഉണ്ട്. ഡിഫറൻസ് ഇല്ലാതെ ഒരിക്കലും 2 ഓപ്ഷൻ എടുത്ത് വയ്ക്കത്തില്ലല്ലോ. ആ ഡിഫറൻസ് ആണ് എന്തെന്ന് പറയുന്നത്? ചേഞ്ച് കേസ് മേക്സ് കൺവേർഷൻ പെർമനന്റ്. ഏതാണ്? ചേഞ്ച് കേസ് പെർമനന്റും ബട്ട് ഓൾ ക്യാപ്സ് എന്താണ്? ഓൾ ക്യാപ്സ് ഇൻ ഫോണ്ട് ഡയലോഗ് ബോക്സ് ഫോണ്ടിൽ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് റിവേർട്ട് ചെയ്യാനായിട്ടും സാധിക്കും. റിവേർട്ട് ചെയ്യാനും കൂടി സാധിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്? ഓൾ ക്യാപ്സ് എന്ന് പറയുന്നത് ഒരു ഫോണ്ട് എഫക്ട്സ് അല്ലേ? ഓക്കെ ആണോ? ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇതും ലൈക്ക് വൈസ് സിമിലർ എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. നോക്കുക, ക്വസ്റ്റ്യൻ എന്താ? മൈക്രോസോഫ്റ്റ് ഓഫീസ് വേർഡ് എന്ന് പറയുന്നത് എന്താണ്? ആൻ ഏരിയ ഇൻ എ കമ്പ്യൂട്ടേഴ്സ്. ഓപ്ഷൻ എ നോക്കുക. മൈക്രോസോഫ്റ്റ് വേർഡ് അല്ലെ MS വേർഡ് എന്തെന്നാണ് നമ്മുടെ ചോദ്യം. MS വേർഡ് എന്താണ്? ആൻ ഏരിയ ഇൻ ദ കമ്പ്യൂട്ടേഴ്സ് മെയിൻ മെമ്മറി ഇൻ വിച്ച് മൈക്രോസോഫ്റ്റ് ഓഫീസ് ടെക്സ്റ്റ് ഫയൽ ആർ സോർട്ടഡ് ടെമ്പററി. മെയിൻ മെമ്മറിയിൽ താൽക്കാലികമായി വെച്ചിരിക്കുന്നു എന്നാ പറയുന്നു. ആണോ? അതൊരു കമ്പ്യൂട്ടറിന്റെ ഏരിയ ആണ്. മെയിൻ മെമ്മറിയിലെ ഒരു ഏരിയ ആണ്. ഇൻ വിച്ച് മൈക്രോസോഫ്റ്റ് ഓഫീസ് ടെക്സ്റ്റ് ആർ സോർട്ടഡ് ടെമ്പററി. താൽക്കാലികമായിട്ട് മൈക്രോസോഫ്റ്റ് ഓഫീസ് ടെക്സ്റ്റ് ഫയലുകൾ വെച്ചിരിക്കുന്ന ടെമ്പററി ആയിട്ടുള്ള ഒരു ഏരിയ ആണോ MS വേർഡ് എന്ന് പറയുന്നത്? ഇത് മെമ്മറിയുടെ ഇത്രയും കാണുമ്പോൾ ശ്രദ്ധിക്കുക. നോക്കി, ആൻ ഏരിയ ഇൻ ദ കമ്പ്യൂട്ടർ മെമ്മറി ആണോ? അത് മാത്രം ചിന്തിക്കുക. അതിനപ്പുറം മീൻസ് നമ്മൾ വായിച്ച് കൺഫ്യൂസ് ചെയ്തില്ലെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? ഇത്രയും കമ്പ്യൂട്ടർ മെമ്മറിയുടെ പാർട്ടാണോ MS വേർഡ് എന്ന് ചിന്തിക്കുക. താൽക്കാലികമായിട്ട് സോർട്ട് ചെയ്ത് വെക്കുന്ന സ്ഥലം ആണോ? അതായിരുന്നു നമ്മുടെ ഓപ്ഷൻ എ എന്ന് പറയുന്നത്. ദെൻ ഓപ്ഷൻ ബിയിലോട്ട് കടക്കാം. ദെൻ ഓപ്ഷൻ ബി നോക്കൂ. എ ഫുൾ ഫീച്ചേർഡ് വേർഡ് പ്രോസസ്സിംഗ് പ്രോഗ്രാം ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ടു ക്രിയേറ്റ് ആൻഡ് റിവൈസ് പ്രൊഫഷണൽ ലുക്കിംഗ് ഡോക്യുമെന്റ് ഈസിലി. നമുക്ക് എന്താ തന്നിരിക്കുന്നത്? എ ഫുൾ ഫീച്ചേർഡ് വേർഡ് പ്രോസസ്സിംഗ് പ്രോഗ്രാം അല്ലെ? വേർഡ് പ്രോസസ് ചെയ്യാനുള്ള ഒരു പ്രോഗ്രാമാണ്. ഫുൾ ഫീച്ചേർഡ് ആണ്. അതെന്ത് ചെയ്യാൻ പറ്റും? that can be used to create and revise പ്രൊഫഷണൽ ലുക്കിംഗ് ഡോക്യുമെന്റ് ഈസിലി. ഡോക്യുമെന്റ് എന്താണ്? ഒരു പ്രൊഫഷണൽ ലുക്ക് അല്ലെ? നമ്മളൊരു ഡോക്യുമെന്റ് തയ്യാറാക്കുമ്പോൾ അതെന്ത് ചെയ്യുക? അത് ജസ്റ്റിഫൈ ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ അതിനെ കറക്റ്റ് ഒരു അലൈൻമെന്റ് ഒക്കെ കൊടുക്കുക, ബോൾഡ് വേണ്ടെടുത്ത് ബോൾഡ് ആക്കുക, ക്യാപിറ്റൽ ഹെഡിങ്സ് ഒക്കെ അണ്ടർലൈൻ ചെയ്യുക, അങ്ങനെയൊക്കെ ഉള്ള ഫുൾ ഫ്യൂച്ചേർഡ് ആയിട്ടുള്ള ഒരു ഡോക്യുമെന്റ് ആണ് പ്രൊഫഷണൽ ലുക്ക് കിട്ടുന്നതിലേക്ക് വേണ്ടി എന്നതാണ് നമ്മുടെ ഓപ്ഷൻ ബി പറയുന്നത്. അടുത്തത് നമുക്ക് ഓപ്ഷൻ സിയിലേക്ക് പോവാം. ക്ലാസിഫൈഡ് പാസ്വേഡ് that prevent unauthorized users from accessing a protected Microsoft Office item or document. ആണോ? അതൊരു ക്ലാസിഫൈഡ് പാസ്വേഡ് ദാറ്റ് പ്രിവെന്റ്. ക്ലാസിഫൈഡ് പാസ്വേഡ് ആണോ MS ഓഫീസ് എന്ന് പറയുന്നത്? ആണോ? MS ഓഫീസ് ഒരു ക്ലാസിഫൈഡ് പാസ്വേഡ് ആണോ? അല്ലല്ലേ, നമുക്കറിയാം. ദെൻ classified password that prevent unauthorized users from accessing protected Microsoft Office items or document. Microsoft Office items അല്ലെങ്കിൽ ഡോക്യുമെന്റ് പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു പാസ്വേഡ് ആണെന്നല്ലേ, ക്ലാസിഫൈഡ് പാസ്വേഡ് ആണെന്നാണ് പറയുന്നത്. അതാണ് ഓപ്ഷൻ സി ആയിട്ട് തന്നിട്ടുള്ളത്. ദെൻ ഓപ്ഷൻ ഡിയിലേക്ക് പോകാം. എ പ്രോഗ്രാം ഇൻക്ലൂഡ് വിത്ത് വിൻഡോസ് 2000 that can be used to only to create or edit a text file smaller than 64 KB that do not requiring
റിക്വയർ ഫോർമാറ്റിംഗ് ആവശ്യമില്ലാത്ത അല്ലെ 2000 2000 വല്ല ഒരു പ്രോഗ്രാമാണ് എന്തെന്നാണ് ദാറ്റ് ക്യാൻ ബി ഓൺലി ടു ക്രിയേറ്റ് എഡിറ്റ് ടെക്സ്റ്റ് സിമിലർ സ്മോളർ എന്തായിരിക്കും അതിനേക്കാളും ചെറുതായി 64 KB ചെറുതായിട്ടുള്ള ഒരു ടെക്സ്റ്റ് ആണെന്നാണ് പറയുന്നത്. ആണോ? ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ തന്നെ നമുക്ക് സിമ്പിളായിട്ട് ഇതിനെ എന്ത് ചെയ്യാം, എലിമിനേറ്റ് ചെയ്യാം. പ്രോഗ്രാം ആണ്, പക്ഷെ 2000-ൻ്റെതാണോ? 2000 ഉണ്ടല്ലേ, എന്താണ് ക്യാൻ ബി യൂസ്ഡ് ടു ക്രിയേറ്റ് എഡിറ്റ് ടെക്സ്റ്റ്, പക്ഷെ 64 KB സ്മോളർ ആണോ? റിക്വയറിംഗ് ഫോർമാറ്റ് ആണോ? നോട്ട് റിക്വയർ ഫോർമാറ്റിംഗ് ആണോ? അല്ല. സോ നമ്മൾ ഇത് ഓൾറെഡി എലിമിനേറ്റ് ചെയ്തു. നമ്മളിത് പാസ്വേഡ് പ്രിവെന്റ് അല്ല എന്ന് പറഞ്ഞു. സോ ഇത് നമ്മൾ ഇത് ചെയ്തു. ഇത് കമ്പ്യൂട്ടറിലെ മെമ്മറി പോർഷൻ ആണോ? അല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് മൂന്നും നമ്മൾ എന്ത് ചെയ്തു, എലിമിനേറ്റ് ചെയ്തു. അപ്പം നമ്മുടെ ആൻസർ എന്തായിരിക്കും? ഫുൾ ഫ്യൂച്ചേർഡ് പ്രോഗ്രാം അല്ലേ, ഫുൾ ഫ്യൂച്ചേർഡ് വേർഡ് പ്രോസസ്സിംഗ് പ്രോഗ്രാം that can be used to create and revise പ്രൊഫഷണൽ ലുക്കിംഗ് ഡോക്യുമെന്റീസിൽ നമ്മുടെ ഡോക്യുമെന്റ്സിന് ഒരു പ്രൊഫഷണൽ ലുക്ക് വരണം അല്ലേ. പ്രൊഫഷണൽ ലുക്ക് വന്നാലല്ലേ, ഒന്ന് ശ്രദ്ധിക്കുക. ഇതാണ് നമ്മുടെ ഓപ്ഷൻ ആയിട്ട് വരുന്നത്. ഇത്രയും വലിയ സ്റ്റേറ്റ്മെന്റ് ആയിട്ടൊക്കെ ചോദിക്കുമ്പോൾ നമ്മളൊന്ന് കൺഫ്യൂസ് ചെയ്യിപ്പിക്കുക അല്ലേ, ഇതെങ്ങനെയാണ് നമ്മൾ ആൻസർ ചെയ്യാന്നൊക്കെ. ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ പൊതുവേ എല്ലാവരും ഓടി രക്ഷപ്പെടാറുണ്ടല്ലേ. സോ വളരെ ശ്രദ്ധിച്ച സിമ്പിളായിട്ടൊന്ന് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടാവുന്നുള്ളൊരു ആൻസറാണ്. എ ഫുൾ ഫ്യൂച്ചേർഡ് വേർഡ് പ്രോസസ്സിംഗ് പ്രോഗ്രാം ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ടു ക്രിയേറ്റ് ആൻഡ് റിവൈസ് പ്രൊഫഷണൽ ലുക്കിംഗ് ഡോക്യുമെന്റീസിൽ അല്ലേ. ശ്രദ്ധിച്ചാൽ നമ്മുടെ വേർഡ് നമ്മൾ ബോൾഡ് ഇറ്റാലിക്സ് അണ്ടർലൈൻ എല്ലാം യൂസ് ചെയ്തു, അലൈൻമെന്റ് ഒക്കെ കൊടുത്തു, വളരെ പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ കാണുമ്പോൾ ഓക്കെ നമ്മളൊരു പ്രൊഫഷണൽ ലുക്കുള്ള ഒരു സാധനം നമ്മൾ പ്രിപ്പയർ ചെയ്തു എന്നത് എന്താണ്, അതാണ് MS വേർഡ് എന്ന് പറയുന്നത്. ഓക്കെയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഗട്ടർ മാർജിൻ ഇൻ വേർഡിലെ ഗട്ടർ മാർജിൻ എന്ന് പറയുന്നത് എന്താണ്? ഗട്ടർ എന്താണെടാ? ഒരു ഗട്ടർ അല്ലേ, നമ്മൾ റോഡിൽ പറയില്ലേ മൊത്തം ഗട്ടറാണെന്ന് പറയുമല്ലേ, അതുപോലെയാണോ? അല്ല, ഏതാണ്ട് സിമിലർ വായിക്കാം. നമുക്ക് നോക്കാം. ഓപ്ഷൻ എ, മാർജിൻ ഈസ് ആഡഡ് ടു റൈറ്റ് മാർജിൻ വെൻ പ്രിന്റിംഗ്. ഇത് ഗട്ടർ എന്ന് പറയുന്ന ഗട്ടർ മാർജിൻ എന്ന് പറയുന്ന മാർജിൻ ആണ്. ഓക്കെ, മാർജിൻ പേരുള്ളതുകൊണ്ട് നമ്മൾ അത് അനലൈസ് ചെയ്തത് മാർജിൻ ആണ്. ദെൻ എന്താ, മാർജിൻ ആഡഡ് ടു റൈറ്റ് മാർജിൻ ആണ്. എന്ത്, പ്രിന്റ് ചെയ്യുന്ന സമയത്ത് ഉപയോഗിക്കുന്ന റൈറ്റ് മാർജിൻ ആണ്. ദെൻ ഓപ്ഷൻ ബി, മാർജിൻ ഈസ് ആഡഡ് ടു ദ ലെഫ്റ്റ് മാർജിൻ വെൻ പ്രിന്റിംഗ്. പ്രിന്റ് ചെയ്യുന്ന സമയത്ത് ലെഫ്റ്റ് സൈഡ് ആഡ് ചെയ്യുന്ന മാർജിനെയാണ് ഗട്ടർ മാർജിൻ എന്ന് പറയുന്നത്. ഓപ്ഷൻ സി നോക്കാം. മാർജിൻ ദാറ്റ് ഈസ് ആഡഡ് ടു ദ ഔട്ട്സൈഡ് ഓഫ് ദ പേജ് വെൻ പ്രിന്റിംഗ്. പേജിന്റെ ഔട്ട്സൈഡ് നമ്മൾ മാർജിൻ ആഡ് ചെയ്യുന്നത് എന്തിന്, പ്രിന്റ് ചെയ്യുന്ന സമയത്തേക്ക് വേണ്ടിയിട്ട്. ലാസ്റ്റ്, മാർജിൻ ദാറ്റ് ഈസ് ആഡഡ് ടു ദ ബൈൻഡിങ് സൈഡ് ഓഫ് ദ പേജ് വെൻ പ്രിന്റ് ചെയ്യുന്ന സമയത്ത് എന്താണ്, ബൈൻഡിങ് സൈഡിൽ ആഡ് ചെയ്യുന്നു. അപ്പോൾ കറക്റ്റ് ആൻസർ എന്തായിരിക്കും? ഗട്ടർ മാർജിൻ എന്ന് പറയുന്നത്. അപ്പം ഗട്ടർ മാർജിൻ നമുക്കൊക്കെ മനസ്സിലായി മാർജിനാണ്. അപ്പോൾ അത് യൂസ് ചെയ്യുന്നത് എപ്പോഴാണ്? ഇത് എല്ലാത്തിനും തന്നെ അപ്പം തന്നെ മനസ്സിലായത് പ്രിന്റ് ചെയ്യുന്ന സമയത്തേക്ക് യൂസ് ചെയ്യുന്നതാണ്. പക്ഷെ അത് എവിടെയായിരിക്കും ഉപയോഗിക്കുന്നത്? ആദ്യം പറഞ്ഞു ലെഫ്റ്റിലാണ് അല്ലേ. നോക്കിയേ, ആദ്യം പറഞ്ഞു എവിടെയാ, ഇതാ റൈറ്റ് മാർജിൻ ആണെന്ന് പറഞ്ഞു. രണ്ടാമത് പറഞ്ഞു ലെഫ്റ്റ് മാർജിൻ ആണെന്ന് പറഞ്ഞു. മൂന്നാമത് ഔട്ട്സൈഡ് ഓഫ് ദ പേജ് എന്ന് പറഞ്ഞു. നാലാമത് എന്ത് പറഞ്ഞു, ബൈൻഡിങ് സൈഡ് എന്ന് പറഞ്ഞു. ഇതിൽ ഏതായിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഗട്ടർ മാർജിൻ എവിടെയായിരിക്കും? എങ്ങനെയാണെടാ, ബൈൻഡിങ് സൈഡ് അല്ലേ. നമ്മൾ ബുക്കൊക്കെ പൊതിയുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി, ആ ബൈൻഡ് ചെയ്യുന്ന ഭാഗത്ത് അങ്ങനെ നല്ല തിക്കനായിട്ടുള്ള ഒരു പോർഷൻ അവിടെ കുറച്ച് സ്പേസ് അഡീഷണൽ വിട്ടേക്കും അല്ലേ. ഒന്നുകിൽ എന്താ മറ്റേ ലെഫ്റ്റ് സൈഡ് ആയിരിക്കും, അല്ലെങ്കിൽ എന്താ ടോപ്പ് സൈഡ് ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, മീൻസ് ബുക്ക് പ്രിന്റ് ചെയ്യുന്നത്. ആ സമയത്ത് ആഡ് ചെയ്യുന്ന മാർജിനെ പറയുന്ന പേരാണ് എന്ത്, ഗട്ടർ മാർജിൻ. സോ അപ്പം നമ്മുടെ ആൻസർ എന്തായിരിക്കും? മാർജിൻ ദാറ്റ് ഈസ് ആഡഡ് ടു ദ ബൈൻഡിങ് സൈഡ് ഓഫ് ദ പേജ് വെൻ പ്രിന്റ് ചെയ്യുന്ന സമയത്ത് ബൈൻഡിങ് സൈഡിൽ ആഡ് ചെയ്യുന്ന പേജിനെ മീൻസ് മാർജിനെ പറയുന്ന പേരാണ് ഗട്ടർ മാർജിൻ. ഓക്കെ ആണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ. സ്റ്റേറ്റ്മെന്റ് ഇച്ചിരി നീട്ടി തന്നേ ഉള്ളൂ, ഓപ്ഷൻസ് നീട്ടി തന്നേ ഉള്ളൂ. ഒന്ന് വായിച്ചാൽ മതി. ബൈൻഡിങ് സൈഡ്, ഗട്ടർ മാർജിൻ പറയുമ്പോൾ ഓർക്കുക ബൈൻഡിങ് സൈഡ് ആഡ് ചെയ്യുക. ഇതാണ് നമ്മുടെ കറക്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്. ഗട്ടർ മാർജിൻ എന്ന് പറഞ്ഞാൽ ബൈൻഡിങ് സൈഡ് ആഡ് ചെയ്യുന്ന മാർജിനെ പറയുന്ന പേരാണ് ഗട്ടർ മാർജിൻ. ഓക്കെയാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ആറാമത്തെ ക്വസ്റ്റ്യൻ. വെൻ ദ സെയിം വേർഡ് ഈസ് യൂസ്ഡ് ഇൻ മൾട്ടിപ്പിൾ ലൊക്കേഷൻ, പല സ്ഥലത്ത് നമ്മൾ യൂസ് ചെയ്യുന്നു. ഓർ എ വേർഡ് ഈസ് യൂസ്ഡ് ദാറ്റ് വാസ് നോ ക്വയറ്റ് അപ്രോപ്രിയേറ്റ്, നമ്മൾ അവിടെ യൂസ് ചെയ്ത് അപ്രോപ്രിയേറ്റ് അല്ല. എ തെസോറസ് ക്യാൻ ബി യൂസ്ഡ് ടു ലുക്ക് അപ്പ് എ ഓർ ആസ് സിമിലർ ഇൻ മീനിങ് ഓർ എ വേർഡ്. നമ്മൾ എന്ത് ചെയ്യുന്നു, സിമിലർ വേർഡ്. ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. വെൻ ദ സെയിം വേർഡ് ഈസ് യൂസ്ഡ് ഇൻ മൾട്ടിപ്പിൾ ലൊക്കേഷൻ, നമുക്ക് ഒരേ വേർഡ് പലയിടത്ത് ഉപയോഗിക്കണം. നമ്മൾ ആവർത്തിച്ച് വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ക്വയറ്റ് അപ്രോപ്രിയേറ്റഡ് ഫീൽ ചെയ്യൂ? ഇല്ല, കാരണം ഒരു ആവർത്തന വിരസത
അതിനകത്ത് വരും. അപ്പൊ നമ്മൾ തെസോറസിൽ കയറിയിട്ട് എന്ത് ചെയ്യും, വേറെ വേർഡ് അതിന് സിമിലർ മീനിങ്ങിലുള്ള വേർഡ് നമ്മൾ നോക്കും, അതിന് കറക്റ്റ് ആയിട്ടുള്ള വേർഡ്. ആ വേർഡിന് പറയുന്ന പേരെന്തെന്നാണ് ചോദിക്കുന്നത്. ക്വസ്റ്റ്യൻ ഒന്നുകൂടി, when the same word is used in multiple location, പല സ്ഥലത്ത് നമ്മൾ ഈ ഒരേ വേർഡ് ഉപയോഗിക്കുമ്പോൾ, ഒരേ വേർഡ് പല സ്ഥലങ്ങളിൽ ഉപയോഗിക്കുമ്പോൾ, or a word used that was not quite appropriate, അങ്ങനെ വരുമ്പോൾ എന്താ, വേർഡ് quite appropriate അല്ലാതെ വരുമ്പോൾ എന്ത് ചെയ്യുക, a thesaurus can be used to look up a or a similar in meaning or a word. a similar meaning അല്ലെങ്കിൽ അതിപ്പോൾ ഒരു വേർഡ് നമ്മൾ വേർഡ് കണ്ടുപിടിക്കുന്നതിന് പറയുന്ന പേരെന്താണ്, സിമിലർ മീനിങ്. നോക്കുക, ഇത് ശ്രദ്ധിക്കണം, സിമിലർ മീനിങ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്, ഓപ്പോസിറ്റ് അല്ല. അപ്പോൾ തന്നെ ഓർക്കുക, സിമിലർ മീനിങ് ആയിട്ട് വരുന്ന വേർഡുകളെ നമ്മൾ എന്താണ് പറയുന്നത്, സിമിലർ വേർഡ്സിന് എന്താണ് നമ്മൾ പറയുന്നത്. ഇംഗ്ലീഷിലെ ഏറ്റവും കൂടുതൽ നമ്മൾ ഈ ക്വസ്റ്റ്യൻസിലൊക്കെ നമ്മളെ കഷ്ടപ്പെടുത്തുന്ന ഒരു ഭാഗമാണല്ലേ സിനോണിയം, ആന്റോണിയം. ഓപ്ഷൻസ് എ നോക്കിയേ, സിനോണിയം. ഓപ്ഷൻ ബി ഹോമോണിയം. ഓപ്ഷൻ സി ആന്റോണിയം. ഓപ്ഷൻ ഡി മെട്രോണിയം. ഇതിൽ ഏതാണ് നമ്മൾ ആൻസർ വരുന്നത്? സിമിലർ മീനിങ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാലോ, ഇംഗ്ലീഷിൽ നമ്മളെ എന്താ പറയുക കുഴപ്പിക്കുന്ന ഒരു ഭാഗം സിനോണിയം. സിനോണിയം ഈസ് അവർ റൈറ്റ് ആൻസർ അല്ലേ, സിനോണിയം ഈസ് അവർ റൈറ്റ് ആൻസർ. ഇത് ഒരേ മീനിങ്ങിന് പറയുന്ന പേരാണ് സിനോണിയം. അപ്പൊ തെസോറസിൽ നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ സിമിലർ മീനിങ് ആണെങ്കിൽ നമ്മൾ ഏതെടുക്കും, മീനിങ് വരുന്ന വാക്കുകളെ പറയുന്ന പേരാണ് സിനോണിയം. ദെൻ ഓപ്പോസിറ്റ് ആയിരുന്നെങ്കിലോ ആന്റോണിയം. ഓപ്പോസിറ്റ് മീനിങ്ങിനെ നമ്മൾ എന്ത് പറയും, ആന്റോണിയം എന്ന് പറയൂ അല്ലേ. ഓക്കെ ആണോ? നോക്കുക, സെയിം വേർഡ് പല ലൊക്കേഷനിൽ വരുമ്പോൾ ആവർത്തന വിരസത ഒഴിവാക്കുന്നതിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന തെസോറസിൽ കയറി സെർച്ച് ചെയ്യുന്ന സിമിലർ വേർഡിനെ പറയുന്ന പേരെന്താണ്, സിനോണിയം. ഒന്നുകൂടെ ശ്രദ്ധിക്കൂ, സിമിലർ വേർഡിനെ പറയുന്ന പേര് സിനോണിയം. ഓപ്പോസിറ്റ് ആണെങ്കിലോ, ഓപ്പോസിറ്റ് വേർഡ്സിനെ പറയുന്ന പേരാണെങ്കിൽ ഇപ്പൊ ഇവിടെ സിമിലർ എന്ന് മാറ്റിയിട്ട് ഓപ്പോസിറ്റ് മീനിങ് എന്ന് വന്നത്, ഓപ്പോസിറ്റ് മീനിങ് എന്ന് ചോദിച്ചാൽ നമ്മൾ അത് ഏതാവും, ആന്റോണിയം ആയിട്ട് മാറും അല്ലേ. സോ നൗ ഇവിടെ സിമിലർ മീനിങ് ചോദിച്ചു, സോ നമ്മുടെ ആൻസർ എന്താണ്, സിനോണിയം. ഓക്കെ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which of the following option contain the border and shading dialog box? which of the following setting options അല്ലേ, സെറ്റിംഗ് ഓപ്ഷൻസിൽ ഏത് സെറ്റിംഗ് ഓപ്ഷൻസിലാണ് എന്തത്, contain in border and shading dialog, border and shading dialog ബോക്സിലുള്ള സെറ്റിംഗ് ഓപ്ഷൻസ് ഈ താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ്? ശ്രദ്ധിക്കൂ, ക്വസ്റ്റ്യന്റെ കൂടെ 4 ഓപ്ഷനും കൂടെ തന്നിട്ടുണ്ട്. അത് കഴിഞ്ഞാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ള, മാർക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ തന്നിരിക്കുന്നത് അല്ലേ. വളരെ ശ്രദ്ധിക്കുക. Which of the following setting option contain in border and shading dialog box? ഏതാണ്? നൺ ഉണ്ട്, പാരഗ്രാഫ് ഉണ്ട്, ബോക്സ് ഉണ്ട്, ഷാഡോ ഉണ്ട്. അപ്പൊ ഇതിനകത്ത് ബോർഡർ ആൻഡ് ഷെയ്ഡിങ്ങിനകത്ത് വരുന്നത് ഏതെന്നാണ് ചോദ്യം. ബോർഡർ ആൻഡ് ഷെയ്ഡിങ് ഡയലോഗ് ബോക്സിനകത്ത് വരുന്ന സെറ്റിംഗ് ഓപ്ഷൻ ഏതെന്നാണ് നമ്മുടെ ചോദ്യം. അതായത് ബോർഡർ ആൻഡ് ഷെയ്ഡിങ് ഡയലോഗ് ബോക്സ് എടുക്കുമ്പോൾ നമുക്ക് ഏതൊക്കെ ഇതിനകത്ത് കാണാൻ പറ്റും. ഇപ്പോൾ ബോർഡർ ആൻഡ് ഷെയ്ഡിങ് ഡയലോഗ് ബോക്സിനകത്ത് എന്തൊക്കെ സെറ്റിംഗ് ഓപ്ഷൻ ഉണ്ടെന്ന് എന്ത് ചെയ്യണം, നമ്മൾ അറിഞ്ഞിരിക്കണം. എന്നാൽ മാത്രമല്ല ഇതിന് ആൻസർ ചെയ്യാൻ പറ്റത്തുള്ളൂ. നോക്കിയേ, ഓപ്ഷൻസ് നോക്കൂ. ഓപ്ഷൻ എ നൺ. ഓപ്ഷൻ ഇതിൽ തന്നിരിക്കുന്ന ഇതിൽ ഏതെന്നാ ചോദിച്ചു, എന്താ, 1 നണ്ണ്, 2 പാരഗ്രാഫ്, 3 ബോക്സ് ആൻഡ് 4 എന്താ ഷാഡോ. ഇത് 4ആണ് തന്നിരിക്കുന്നത്. അപ്പൊ ഇതിൽ ഏതായിരിക്കും? നോക്കിയേ, ഓപ്ഷൻ എ 1 only, ഓപ്ഷൻ ബി 1, 2 and 3, അതായത് നണ്ണും പാരഗ്രാഫും ബോക്സും ഉണ്ട്. ഓപ്ഷൻ 3 1, 3 and 4, ദാറ്റ് ഈസ് നൺ, ബോക്സ്, ഷാഡോ. ഓപ്ഷൻ ഡി 2, 3 and 4, ദാറ്റ് ഈസ് പാരഗ്രാഫ്, ബോക്സ് ആൻഡ് ഷാഡോ. അപ്പൊ ഇതിൽ ഏതായിരിക്കും ബോർഡർ ആൻഡ് ഷെയ്ഡിങ്ങിനകത്ത് ഇല്ലാത്തത്? സെറ്റിംഗ് ഓപ്ഷനാണ്. അപ്പൊ തന്നെ ആലോചിച്ച് നോക്കാം, ബോർഡർ ആൻഡ് ഷെയ്ഡിങ് ഓപ്ഷൻ ചിന്തിക്കൂ. ബോർഡർ ഷെയ്ഡ് ചെയ്യുമ്പോൾ നമുക്ക് ബോർഡർ ഷെയ്ഡിങ് ഇല്ലാതിരിക്കാം. സോ അപ്പൊ നൺ എന്താ നമ്മുടെ ഉത്തരത്തിനകത്ത് വരും. ദെൻ ബോർഡർ, ബോക്സ് കൊടുത്തൂടെ, ബോർഡർ നമുക്ക് ബോക്സ് ബോർഡർ കൊടുത്തൂടെ, ഷെയ്ഡ് കൊടുത്തൂടെ, കൊടുക്കാം. അപ്പൊ ബോക്സും വരും. നെക്സ്റ്റ് എന്താ, ഷാഡോ. ആലോചിക്കുക, ഷെയ്ഡിങ് ആണ്. ബോർഡർ ആൻഡ് ഷെയ്ഡിങ് ഡയലോഗ് ബോക്സ് ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നതിന്. അപ്പൊ ആ ബോക്സിനകത്ത്, ആ ഡയലോഗ് ബോക്സിനകത്ത് എന്താണ്, ഷെയ്ഡിങ് ഉണ്ട്. അപ്പൊ നമുക്ക് ഷാഡോ എഫക്റ്റ് ആ ബോർഡറിൽ കൊടുത്തൂടെ, കൊടുക്കാം. അപ്പൊ സോ നമ്മുടെ ആൻസർ എങ്ങനെയാ വരുന്നേ? 1, നമ്മുടെ ആൻസർ എങ്ങനെ വരും? 1, 3 and 4 എന്ന ആൻസർ വരും. അപ്പൊ നമ്മുടെ ആൻസർ ഇതിൽ ഏതാണ്? എ അല്ല, ബി അല്ല, സി ഈസ് അവർ റൈറ്റ് ആൻസർ. 1, 3 and 4 വരുന്നത് സി ആണ്. സോ സി ഈസ് അവർ റൈറ്റ് ആൻസർ. അപ്പൊ നോക്കുക, ഇങ്ങനെ നമ്മൾ ചിന്തിച്ചെഴുതിയാൽ നമുക്ക് കറക്റ്റ് ആയിട്ട് ഇത് ആൻസർ ചെയ്യാൻ പറ്റും അല്ലേ. ഒന്നുകൂടി എങ്കിലും നമുക്ക് എന്താ, ബോർഡർ സെറ്റിംഗ് ഡയലോഗ് ബോക്സിന്, ബോർഡർ ആൻഡ് ഷെയ്ഡിങ് ഡയലോഗ് ബോക്സിനകത്തുള്ള ഓപ്ഷൻസ് അറിഞ്ഞിരിക്കണം. പെട്ടെന്ന് എല്ലാവരും കൺഫ്യൂസ് ചെയ്യും, നണ്ണില്ല, ഓക്കെ നമ്മളതൊന്ന് ഒഴിവാക്കും. അങ്ങനെയല്ല, പാരഗ്രാഫാണ് ഇല്ലാത്തത്, നണ്ണും ബോക്സും
ഷാഡോയും അതിനകത്ത് ഇൻക്ലൂഡഡ് ആണല്ലോ. ഓക്കെ ആണോ? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ദ കീ F12 ഓപ്പൺസ്. എന്താണ് കീ F12 കൊടുത്ത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ഓപ്പൺ ആയിട്ട് വരും? ഡയലോഗ് ബോക്സ്. ഓപ്ഷൻ എ ഡയലോഗ് ബോക്സ്, ഓപ്പൺ ഡയലോഗ് ബോക്സ്. ഓപ്ഷൻ ബി സേവേഴ്സ് ഡയലോഗ് ബോക്സ്. ഓപ്ഷൻ സി സേവ് ഡയലോഗ് ബോക്സ് ആൻഡ് ഓപ്ഷൻ ഡി ക്ലോസ് ഡയലോഗ് ബോക്സ്. ഇതിൽ ഏതായിരിക്കും ഓപ്പൺ ആയി വരിക? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഏതായിരിക്കും ഓപ്പൺ ആയി? F12 ആണ്. ഫങ്ഷൻസ് കീ ആണ് അല്ലേ? ഫങ്ഷൻസ് കീ എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന കാര്യമാണ്. പവർ പോയിന്റിലാണെങ്കിൽ F5 ചോദിക്കാറുണ്ട്. സ്പെല്ലിംഗ് ദെൻ വേർഡിലെ സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമർ ചെക്കിന് ഏതാണെന്ന് ചോദിച്ചാൽ F5 ഏതാ? പവർ പോയിന്റ് സ്ലൈഡ് ഷോയ്ക്ക് വേണ്ടിയിട്ടാണ്. വേർഡിലാണെങ്കിൽ സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമർ ചെക്ക് ചെയ്താൽ F7 ആണ്. ദെൻ F1 എന്താ? ഹെൽപ്പാണ്. ദെൻ അപ്പം എങ്ങനെയാണെങ്കിൽ F12 എന്തെന്നാണ് നമ്മുടെ ചോദ്യം. അതേതാണ്? F12 ഏതായിട്ടായിരിക്കും വരുന്നത്? ഒന്ന് ഓർത്ത് നോക്കിയേ. നമുക്ക് ഓപ്പൺ ഡയലോഗ് ബോക്സ് വരും, സേവേഴ്സ് ഡയലോഗ് ബോക്സ് വരും, സേവ് ഡയലോഗ് ബോക്സ് വരും, ക്ലോസ് ഡയലോഗ് ബോക്സ് വരും. ക്ലോസ് എങ്ങനെയാണ് വരുന്നത്? ക്ലോസ് ഡയലോഗ് ബോക്സ് വരും എന്ന് പറയും. നമുക്ക് ക്ലോസിന് നമ്മൾ പറയാം അല്ലേ, Ctrl+W അല്ലെങ്കിൽ കറണ്ട് വിൻഡോ ആണെങ്കിൽ Ctrl+W, അല്ല മൊത്തത്തിലാണെങ്കിൽ Alt+F4 ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. സേവിനാണെങ്കിൽ Ctrl+S ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ അടുത്ത സേവ് അസിനാണെങ്കിൽ എന്താ? Ctrl+S ഉപയോഗിക്കുമ്പോഴത്തേക്ക് ന്യൂലി സേവ് ചെയ്യാനായിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഇപ്പോൾ സേവ് ഇത് ഓപ്പൺ ആണെങ്കിലോ Ctrl+O ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ F12 എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? ഒന്ന് ആലോചിക്കൂ. എടാ ഓപ്ഷൻ സിമ്പിൾ ആണ്. നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് സേവേഴ്സ് ഡയലോഗ് ബോക്സ് ആണ് ഓപ്പൺ ആയിട്ട് വരുന്നത്. നമ്മൾ F12 പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സേവേഴ്സ് ഡയലോഗ് ബോക്സ് ഓപ്പൺ ആയിട്ട് വരും. അതിനകത്താണ് നമ്മൾ സേവേഴ്സ് ഡയലോഗ് ബോക്സ് എന്താണ്? പ്രത്യേകിച്ച് നമുക്ക് പുതിയൊരു ലൊക്കേഷനിലേക്ക് ഫയൽ സേവ് ചെയ്യുന്നതിലേക്ക് വേണ്ടിയിട്ട് അല്ലേ, നമ്മളിപ്പോൾ ഡോക്യുമെന്റ്സിനകത്ത് അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പിനകത്ത് സേവ് ചെയ്തിരിക്കുന്ന ഒരു ഫയലാണ്. നമുക്ക് അതിനെന്ത് ചെയ്യണം? ഡോക്യുമെന്റ്സിനകത്ത് നമുക്കൊരു പ്രത്യേക ഫോൾഡറിനെ സേവ് ചെയ്യണം. നമ്മൾ എന്ത് കമന്റ് ഉപയോഗിക്കും? സേവേഴ്സ് കമന്റ് ഉപയോഗിക്കും. അതിനുപയോഗിക്കുന്ന ഷോർട്ട് കട്ട് കീ ഏതാണെടാ? അതിനുപയോഗിക്കുന്ന ഷോർട്ട് കട്ട് കീ ആണ് ഈ F12 എന്ന് പറയുന്നത്. F12 എന്ന് പറയുന്ന ഷോർട്ട് കട്ട് കീ കൊടുത്തു കഴിഞ്ഞാൽ അപ്പൊ ഏത് ഡയലോഗ് ബോക്സ് ഓപ്പൺ ആയിട്ട് വരും? സേവേഴ്സ് ഡയലോഗ് ബോക്സ്. ഓർക്കുക, F12 സേവേഴ്സ് ഡയലോഗ് ബോക്സ്, F12 സേവേഴ്സ് ഡയലോഗ് ബോക്സ്. ക്ലിയർ ആണ്? നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ടു റിമൂവ് ടാബ് സ്റ്റോപ്പ് മേക്ക് മാർക്സ് ഫ്രം റൂളർ ഉണ്ട്. ക്വസ്റ്റ്യൻ ഇങ്ങാണ്. അതായത് നമ്മുടെ റൂളർ ആണെന്ന് കരുതുക. ഇത് നമുക്ക് ഹൊറിസോണ്ടൽ റൂളർ ആണെന്ന് കരുതുക. ഇവിടെ വെർട്ടിക്കലും ഉണ്ട്. നമുക്ക് ഹൊറിസോണ്ടൽ റൂളറിലാണല്ലോ നമ്മൾ ടാബ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്തു? ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കുത്തുകൾ കാണും അല്ലേ? ഇതിനകത്ത് നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ ഒരു ടാബ് സെറ്റ് ചെയ്തു, ഇവിടെ ടാബ് സെറ്റ് ചെയ്തു, ഇവിടെ ടാബ് സെറ്റ് ചെയ്തു. മൂന്നിടത്ത് ഞാൻ ഈ ടാബ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഈ ടാബ് റിമൂവ് ചെയ്യാൻ എന്ത് ചെയ്യണം? അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇങ്ങനെ ചെയ്തിരിക്കുന്ന ടാബിനെ റിമൂവ് ചെയ്യാൻ എന്ത് ചെയ്യണം? ക്വസ്റ്റ്യൻ നോക്കാം. അല്ല, നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ ടു റിമൂവ് ടാബ് സ്റ്റോപ്പ് മാർക്കേഴ്സ് ഫ്രം റൂളർ അല്ലേ. അതാ ഞാൻ ടാബ് മാർക്ക് ചെയ്ത് വെച്ചു. ഇതിനെ റിമൂവ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യണം? ഓപ്ഷൻ എ, drag the tab stop marker out of the ruler. എന്ത് ചെയ്യുക? റൂളറിൽ നിന്ന് അതിനെ ഡ്രാഗ് ചെയ്ത് പുറത്തേക്ക് മാറ്റുക. അത് ഓപ്ഷൻ നമ്പർ എ. ദെൻ ഓപ്ഷൻ ബി, ഡബിൾ ക്ലിക്ക് ഓൺ ദ ടാബ് മാർക്കർ ആൻഡ് ചൂസ് ക്ലിയർ ഓൾ. എന്ത് ചെയ്യുക? ഈ ടാബ് മാർക്കറിൽ കൊണ്ടിട്ട് ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് ചൂസ് ചെയ്യണം. എന്ത് ചെയ്യണം? ക്ലിയർ ഓൾ കൊടുക്കണം. അതാണ് ഓപ്ഷൻ ബി എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഓപ്ഷൻ സി, റൈറ്റ് ക്ലിക്ക് ദ ടാബ് സ്റ്റോപ്പ് മാർക്കർ ആൻഡ് ചൂസ് ടു റിമൂവ്. എന്ത് ചെയ്യുക? റൈറ്റ് ക്ലിക്ക് ചെയ്യുക. ടാബ് സ്റ്റോപ്പിന്റെ അപ്പുറത്ത് ഇവിടെ കൊണ്ടുവച്ചിട്ട് നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് റിമൂവ് എന്നുള്ള ഓപ്ഷൻ ചൂസ് ചെയ്യുക. ദെൻ ലാസ്റ്റ് ഓൾ ഓഫ് ദ എബവ്. ഇതെല്ലാം നമുക്ക് ഉപയോഗിക്കാം. എങ്ങനെയാണ് നമ്മൾ ടാബ് സ്റ്റോപ്പ് റിമൂവ് ചെയ്യുന്നത്? എങ്ങനെയാണ് റിമൂവ് ചെയ്യുന്നത്? ഇതിലേതാണ്? ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ഒന്ന് പറയുന്നു അതിന്റെ പുറത്തേക്ക് അങ്ങ് ഡ്രാഗ് ചെയ്ത് കളയുക. രണ്ടാമത്തെ ഓപ്ഷൻ എന്താ പറയുന്നത്? അതിന്റെ പുറത്ത് ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് ക്ലിയർ കൊടുക്കുക. മൂന്നാമത്തെ ഓപ്ഷൻ പറയുന്നു എന്താണ്? റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് റിമൂവ് കൊടുക്കുക. 4 ഇതെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മുടെ ഓപ്ഷൻ ആൻസർ എന്താണ്? ഓപ്ഷൻ എ ആണ് അല്ലേ നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ എ ആണ്. എങ്ങനെയാണ്? ഈ ടാബിന്റെ പുറത്ത് വയ്ക്കുക, ഇങ്ങനെ താഴേക്ക് റിമൂവ് ചെയ്യുക അല്ലേ. ടാബിന് പുറത്ത് വയ്ക്കുക, ഡ്രാഗ് ചെയ്ത് മാറ്റുക. അതാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ക്ലിക്ക് ഓൺ ദ ടാബ് മാർക്ക് ആൻഡ് ഡ്രാഗ് ഔട്ട് ഓഫ് ദ റൂളർ. അതാണ് നമ്മുടെ കറക്റ്റ്. ഡ്രാഗ് ദ ടാബ് സ്റ്റോപ്പ് മാർക്കർ ഔട്ട് ഓഫ് ദ റൂളർ. എന്ത് ചെയ്യുക? ഈ റൂളറിന് ഇതിന്റെ പുറത്ത്, ഈ റൂളറിൽ ചെന്നിട്ട് ഇതിന്റെ പ്രസ് ചെയ്യുക, ഇതിനെ പുറത്തേക്ക് മാറ്റുക. അപ്പോഴത്തേക്ക് എന്തായി? ടാബ് സ്റ്റോപ്പ് റിമൂവ് ആയി. ഇസ് ഇറ്റ് ക്ലിയർ? കറക്റ്റായിട്ട് മനസ്സിലാവുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ,
In the following option, which is not listed in rotate options, അല്ലെ നമ്മൾ മുകളിൽ ഇപ്പോൾ ഒരു വേർഡ് ഒക്കെ ഓപ്പൺ ചെയ്തു അല്ലെങ്കിൽ പെയിന്റ് ഓപ്പൺ ചെയ്തു, ഏത് നമ്മളൊരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഈ താഴെ കാണുന്നതിൽ അതിൽ ഇല്ലാത്ത ഓപ്ഷൻ ഏതെന്നാണ് ചോദ്യം. ഒന്ന് നോക്കിയേ, റൊട്ടേറ്റ് ബൈ 90 ഡിഗ്രി ലെഫ്റ്റ്, സ്വാഭാവികം 90 ഡിഗ്രി. ദെൻ റൊട്ടേറ്റ് ബൈ 45 ഡിഗ്രി റൈറ്റ്, 45 ആവുമ്പോൾ നമ്മൾ ഇത്രേ വരുള്ളൂ, 45 ഡിഗ്രി റൈറ്റ്. അടുത്തത് റൊട്ടേറ്റ് ബൈ 45 ഡിഗ്രി ലെഫ്റ്റ്, ഇതിന്റെ പകുതിയേ വരുള്ളൂ അല്ലേ, 45 ഡിഗ്രി ലെഫ്റ്റ്. ദെൻ എന്താ, റൊട്ടേറ്റ് ബൈ 90 ഡിഗ്രി റൈറ്റ്, ദെൻ റൈറ്റിലോട്ട് 90 ഡിഗ്രി കാണുന്നില്ലേ. ഇതിലേതാണ് ഓപ്ഷൻ എന്നാണ് നമ്മുടെ ചോദ്യം. ഇതിൽ ഏതാണ് ഇല്ലാത്തത്? ശ്രദ്ധിക്കൂ, നോട്ട് ലിസ്റ്റഡ് ആണ്, നോട്ട് ലിസ്റ്റഡ് ആണ് അല്ലേ, നോട്ട് ലിസ്റ്റഡ്, വിച്ച് ഈസ് നോട്ട് ലിസ്റ്റഡ് ഇൻ റൊട്ടേറ്റ് ഓപ്ഷൻ. റൊട്ടേറ്റ് ഓപ്ഷനിൽ ഇല്ലാത്തത് ഏത്? ഇപ്പോൾ ഉള്ളത് ഏതാന്ന് നമുക്ക് അറിഞ്ഞാലല്ലേ ഇല്ലാത്തതെന്ന് അറിയാൻ പറ്റും അല്ലേ. നമ്മൾ റൊട്ടേറ്റ് ഓപ്ഷൻ ഒന്ന് മനസ്സിൽ ചിന്തിക്കുക, ഏതെങ്കിലും ഒരു മീൻസ് ആപ്ലിക്കേഷൻ ഓർക്കുക, ചിന്തിക്കുക. അപ്പോൾ ഈ 4 എണ്ണത്തിൽ ലെഫ്റ്റിലോട്ട് 90 ഡിഗ്രി, റൈറ്റിലോട്ട് 90 ഡിഗ്രി, ലെഫ്റ്റിലോട്ട് 45 ഡിഗ്രി, റൈറ്റിലോട്ട് 45 ഡിഗ്രി, ഇതിൽ ഏതാണ് ഇല്ലാത്തതെന്നൊന്ന് ചിന്തിച്ച് നോക്കിയേ. ഇതിൽ നമുക്ക് ആ റൊട്ടേറ്റ് ഓപ്ഷനിൽ ഇല്ലാത്തത് നോട്ട് ലിസ്റ്റഡ് ആണ്, നോട്ട് ലിസ്റ്റഡ് ആണ്. ക്വസ്റ്റ്യൻ ഒന്നുകൂടെ ഓർക്കുക, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓപ്ഷൻ വിച്ച് ഈസ് നോട്ട് ലിസ്റ്റഡ് ഇൻ ദ ഓപ്ഷൻ ഇൻ ദ റൊട്ടേറ്റ് ഓപ്ഷൻ, റൊട്ടേറ്റ് ഓപ്ഷൻ ഇല്ലാത്തത് ഏതാണ് എന്നാണ് ചോദ്യം. ഏതാണടാ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഇല്ലാത്തത് ഏതാ? 90 ഡിഗ്രി ഉണ്ടല്ലേ, റൊട്ടേറ്റ് ടു 90 ഡിഗ്രി ലെഫ്റ്റ് ഉണ്ട്, റൊട്ടേറ്റ് ടു 90 ഡിഗ്രി റൈറ്റും ഉണ്ട്. അപ്പൊ ഇല്ലാത്തത് ഏതാണ്? 2 and 3 ആണ്. 45 ഡിഗ്രി ആണ് ഇല്ലാത്തത്, ഇതും ഇല്ല ഇതും ഇല്ല. സോ അവർ ആൻസർ ഈസ് സി. അവർ ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? സി ആണ്. കറക്റ്റ് അല്ലേ? കാര്യം എന്താ, 90 ഡിഗ്രി 1 4 നോക്കിയേ, ലെഫ്റ്റും റൈറ്റും 90 ഡിഗ്രി നമുക്കുണ്ട്. സോ അത് ക്ലിയർ ആണ്. ദെൻ ഇവിടെ ബിയിൽ വൺ എന്താ, റൊട്ടേറ്റ് ബൈ 90 ഡിഗ്രി, നമുക്കതുണ്ട്, ഓൾറെഡി ലെഫ്റ്റ് ഉണ്ട്. പക്ഷെ 3 എന്താണ്, റൊട്ടേറ്റ് ബൈ ലെഫ്റ്റ് 45 ഡിഗ്രി, അതുണ്ടോ? ഇല്ല. ദെൻ ഓപ്ഷൻ ഡി നോക്കിയേ, 2 എന്ന് പറയുന്നത് റൊട്ടേറ്റ് ബൈ റൈറ്റ് 45 ഡിഗ്രി, അത് നമുക്കില്ല. ദെൻ 4 നമുക്കുണ്ട്. സോ അപ്പൊ നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? നമ്മുടെ കറക്റ്റ് ആൻസർ സി ആണ് അല്ലെ. സി ഇസ് അവർ റൈറ്റ് ആൻസർ. റൊട്ടേറ്റ് 90 ഡിഗ്രി ലെഫ്റ്റ് ആൻഡ് റൊട്ടേറ്റ് 90 ഡിഗ്രി റൈറ്റ് ആണ്. ഇത് നമുക്ക് ഉണ്ട്. അപ്പൊ ഇല്ലാത്തത് ഏതാണ്? സി ആണ്. 45 ഡിഗ്രി ലെഫ്റ്റും 45 ഡിഗ്രി റൈറ്റും നമുക്ക് റൊട്ടേറ്റിംഗ് ഓപ്ഷനിൽ ലിസ്റ്റ് ചെയ്തിട്ടില്ല. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഫയൽ എക്സ്റ്റൻഷൻ ഫോർ ഓൾ വേർഡ് ഡോക്യുമെന്റ്. വേർഡ് ഡോക്യുമെന്റിന്റെ ഫയൽ എക്സ്റ്റൻഷൻ എന്താണ്? ഒന്ന് ശ്രദ്ധിച്ചേ. ഓപ്ഷൻ എ ഡോട്ട് വേർഡ്, ഓപ്ഷൻ ബി ഡോട്ട് DOCS, ഓപ്ഷൻ സി DOCX ആൻഡ് ഓപ്ഷൻ ഡി ഡോട്ട് TX, ഓപ്ഷൻ ഡി TXTS. ഇതിൽ ഏതാണടാ? വേർഡ് ഫയൽ എക്സ്റ്റൻഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. മൈക്രോസോഫ്റ്റ് വേർഡ് ഫയൽ എക്സ്റ്റൻഷൻ ഏതാണ്? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് അല്ലേ. നമ്മൾ കറക്റ്റ് ആയിട്ട് ഓർക്കുക, DOCX ഈസ് അവർ ആൻസർ. ഓപ്ഷൻ സി DOCX ഈസ് അവർ റൈറ്റ് ആൻസർ. നോക്കൂ, സി എസും എക്സും മാറിപ്പോകരുത്. നമുക്ക് എന്താണ്? .DOCX ആണ്, നോട്ട് എസ് അല്ല. ഓർക്കുക, വേർഡ് ഡോക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ അറിയാതെ എസ് കൊടുക്കരുത്. എക്സ്റ്റൻഷന്റെ ഡോക്യുമെന്റ് എക്സ്റ്റൻഷൻ ആണ്, എക്സ്റ്റൻഷന്റെ എക്സ് ആണ്. സോ ഓർക്കുക, ഫയൽ എക്സ്റ്റൻഷൻ എന്ന് പറയുമ്പോൾ തന്നെ ഓർക്കുക, ഡോക്ക് DOCX ആണ്. ക്ലിയർ ആണ്? വെൻ വി ഇൻസേർട്ട് എ ടേബിൾ വി ഗെറ്റ് ദ ഫോളോയിങ് ടാബ്സ്. നമ്മളൊരു ടേബിൾ ഇൻസേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് അഡീഷണൽ ആയിട്ട് കിട്ടുന്ന 2 ടാബുകൾ ഏതൊക്കെയെന്നാണ് ചോദ്യം. നമ്മൾ ശ്രദ്ധിച്ചാൽ മതി, നമ്മൾ ഓരോന്ന് ഇൻസേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഫോർമാറ്റിംഗ് ഒക്കെ വരുന്ന സമയത്ത് അഡീഷണൽ ടാബുകളും കൂടെ ആഡ് ആയിട്ട് വരും. അത് നമ്മളൊരു ടേബിളാണ് ഇൻസേർട്ട് ചെയ്യുന്നതെങ്കിൽ നമുക്ക് അഡീഷണൽ ആയിട്ട് വരുന്ന 2 ടാബ്സ് ഏതൊക്കെയാണ്? അപ്പൊ നമുക്കിവിടെ 4 ടാബ് തന്നിട്ടുണ്ട്. 1 ഡിസൈൻ, 2 ലേഔട്ട്, 3 ഫോർമാറ്റ്, 4 ടേബിൾ. ഈ 4 എണ്ണത്തിൽ ഏത് ടാബാണ് നമ്മളൊരു ടേബിൾ ഇൻസേർട്ട് ചെയ്യുമ്പോൾ അഡീഷണൽ ആയിട്ട് കയറി വരുന്നത്? ഓപ്ഷൻ എ 1 only, ഓപ്ഷൻ ബി 2 only, ഓപ്ഷൻ സി 1 and 2 only, ആൻഡ് ഓപ്ഷൻ ഡി 1, 2 and 3 only. ഇതിൽ ഏതാണടാ നമ്മുടെ ഓപ്ഷൻ ആയിട്ട് വരുന്നത്? സ്വാഭാവികമായിട്ട് നമ്മുടെ ഓപ്ഷനിൽ ഇതിനകത്ത് ടേബിൾ ഇല്ല. സോ നമ്മളിത് എലിമിനേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതില്ല. സോ നമുക്ക് ഇത് എടുക്കണ്ട, അത് ചിന്തിക്കേണ്ട. ബാക്കി ഇത് 3 ഏതൊക്കെ വരും? ഫോർമാറ്റ് ആണോ, ലേ ഔട്ട് ആണോ, ഡിസൈൻ ആണോ? ഇത് ഏതാണടാ വരുന്നത്? ഫോർമാറ്റ് ലേ ഔട്ട് ആണോ, ഡിസൈൻ ലേ ഔട്ട് ആണോ, മീൻസ് ഡിസൈൻ ടാബ് ആണോ, ലേ ഔട്ട് ടാബ് ആണോ, ഫോർമാറ്റ് ടാബ് ആണോ? ഏതൊക്കെയാണ് വരുന്നത്? ഒരു ടേബിൾ ഇൻസേർട്ട് ചെയ്യുമ്പോൾ 2 ടാബുകളാണ് ഓപ്പൺ ആയിട്ട് വരുന്നത്. അത് ഏതൊക്കെയാണ്? ഡിസൈനും
ലേഔട്ടും അല്ലേ, ഡിസൈൻ ആൻഡ് ലേഔട്ട് ആണ്, ഫോർമാറ്റ് അല്ല. ഡിസൈൻ ആൻഡ് ലേഔട്ട് ടാബ്സ് ആണ് നമ്മൾ എന്ത് ചെയ്യുക, ഒരു ടേബിൾ ഇൻസേർട്ട് ചെയ്യുമ്പോൾ. എന്തിനു വേണ്ടിയിട്ടാണ് നമുക്ക് ആ ടേബിളിന്റെ ഡിസൈൻ അല്ലെങ്കിൽ അതിന്റെ ലേഔട്ട് ചേഞ്ച് ചെയ്തതിലേക്കായിട്ട് ഒരു ടേബിൾ ഇൻസേർട്ട് ചെയ്യുമ്പോൾ ആഡ് ആയിട്ട് വരുന്ന 2 ടാബ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഡിസൈൻ ആൻഡ് ലേഔട്ട് ടാബ് ആണ്. ഡിസൈൻ ആൻഡ് ലേഔട്ട് ടാബീസ് ആണ് 2 ടാബുകൾ ടേബിൾ ഇൻസേർട്ട് ചെയ്യുമ്പോൾ ആഡ് ആയിട്ട് വരുന്നത്. അപ്പൊ നമ്മുടെ ഉത്തരം ഏതായിരിക്കും? 1 and 2 ആണല്ലേ. 1 and 2 ഉള്ളത് ഏതാണ്? 1 only, 2 only. Z എന്താ? 1 and 2 only and D 1, 2 and 3. അപ്പൊ നമ്മുടെ ആൻസർ ഏതാണ്? 1 and 2 only. 1 and 2 only. 1 and 2 only അവർ റൈറ്റ് ആൻസർ നമ്മുടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് 1ഉം 2ഉം ആണ്. ഡിസൈനും ലേഔട്ടും ആണ്. നമ്മളൊരു വേർഡിനകത്ത് ഒരു ടേബിൾ ഇൻസേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് അഡീഷണലി ആഡ് ആയിട്ട് വരുന്ന 2 ടാബ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഡിസൈൻ ആൻഡ് ലേഔട്ട് ടാബ്, ഡിസൈൻ ആൻഡ് ലേഔട്ട് ടേബിൾ ഫോർ ഇൻസേർട്ടിങ് 2 ടേബിൾ ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് അഡീഷണലി നമുക്ക് കിട്ടുന്ന 2 ടാബുകളാണ്. മൈൻഡിൽ ഓക്കെ ആണ്? സ്പീഡാണോ? ശ്രദ്ധിക്കുക. ക്ലിയർ ആയിട്ട് മൈൻഡിൽ വീണ്ടും കേട്ട് റിപ്പീറ്റ് ചെയ്ത് വായിച്ചും പറഞ്ഞും പഠിച്ച് തലകതിക്കുക. ഇതൊക്കെ നമുക്ക് യൂഷ്വലി ഇനി വരുന്ന എക്സാമുകൾക്ക് ആവർത്തിച്ച് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ് അല്ലേ. ടേബിൾ എന്ന് പറയുമ്പോൾ ഇതൊക്കെ കുറച്ചുകൂടി നിലവാരമുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ടേബിൾ ഇൻസേർട്ട് ചെയ്യുമ്പോൾ ഏതൊക്കെ ടാബ് ഓപ്പൺ ആയി വരും, ഇതൊക്കെ കുറച്ച് നന്നായിട്ട് പഠിക്കുന്നവർക്ക് മാത്രമേ മൈൻഡിൽ ക്യാപ്ചറായിട്ട് നിൽക്കത്തുള്ളൂ. നമുക്ക് യഥാസമയം ആൻസർ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. സോ വളരെ പെർഫെക്റ്റ് ആയിട്ട് ശ്രദ്ധിച്ച് പഠിക്കുക. ഡിസൈൻ ആൻഡ് ലേഔട്ട് ടാബ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ടാബ് സ്റ്റോപ്പ് പൊസിഷൻ cannot be the following alignment. നമുക്ക് ടാബ് സ്റ്റോപ്പ് പൊസിഷൻ കൊടുക്കാൻ പറ്റും. നേരത്തെ ഞാൻ കാണിച്ചത് നമ്മൾ ഓരോരുത്തായിട്ട് ടാബ് ഇങ്ങനെ നമുക്ക് സെറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. ഈ ടാബ് സ്റ്റോപ്പ് പൊസിഷൻ ചെയ്യാൻ പറ്റാത്ത അലൈൻമെന്റ് ഏതാണ്? cannot be the following alignment. ഈ താഴെ തന്നിട്ടുള്ളതിൽ ടാബ് സ്റ്റോപ്പ് പൊസിഷൻ അലൈൻ ചെയ്യാൻ പറ്റാത്ത അലൈൻമെന്റ് ഏതാണ്? അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് നോക്കൂ. ഓപ്ഷൻ എ ഡെസിമൽ അലൈൻമെന്റ്, ഓപ്ഷൻ ബി സെന്റർ അലൈൻമെന്റ്, ഓപ്ഷൻ സി ബാർ അലൈൻമെന്റ്, ഓപ്ഷൻ ഡി ജസ്റ്റിഫൈ അലൈൻമെന്റ്. ഇതിൽ ഏതായിരിക്കും ഇടാ? ഏത് അലൈൻമെന്റിലായിരിക്കും ടാബ് സ്റ്റോപ്പ് പറ്റാത്തത്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ടാബ് സെറ്റ് ചെയ്യുമ്പം നമ്മൾ ഇത് ഓരോ അലൈൻമെന്റ്സ് ശ്രദ്ധിക്കുക. സെന്റർ അലൈൻമെന്റ് അതിനകത്ത് ടാബ് സെറ്റ് ചെയ്ത് നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ലേ? പറ്റും. ഡെസിമലില് പറ്റും, ബാർ അലൈൻമെന്റിൽ പറ്റും. സോ അപ്പൊ പറ്റാത്ത അലൈൻമെന്റ് ഏതാണ്? ജസ്റ്റിഫൈ ആണ്. എന്തുകൊണ്ട്? ജസ്റ്റിഫൈ എന്ന് പറയുന്നത് ജസ്റ്റിഫൈ ചെയ്യുന്ന എന്തുകൊണ്ടാണ്? അത് വേർഡ്സിന്റെ ഇടയിൽ സ്പേസ് അഡ്ജസ്റ്റ് ചെയ്ത് എല്ലാ സൈഡും ഈക്വൽ ആക്കുന്നു അല്ലെ. ലെഫ്റ്റ് ആൻഡ് റൈറ്റ് മാർജിൻ ഒരേ ലെവലിൽ വേർഡ് കണ്ടന്റ് അറേഞ്ച് ചെയ്യുന്നതാണ്. അപ്പൊ അതിനകത്ത് ടാബ് സെറ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഓക്കെ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. Which of the following is not an essential component to perform a mail merge option? Mail merge optionലെ എസെൻഷ്യൽ കമ്പോണന്റ് അല്ലാത്തതേത്? നമുക്കൊരു നോട്ട് എസെൻഷ്യൽ കമ്പോണന്റ് ആണ്. ശ്രദ്ധിക്കുക. ഈ നോട്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വിട്ടുപോകുന്ന കാര്യങ്ങളാണ് അല്ലേ. നോട്ട് ഇടയിൽ കയറി വരും. കറക്റ്റ് അല്ലെങ്കിൽ ഇൻകറക്റ്റ് അല്ലെങ്കിൽ നോട്ട് ട്രൂ ഓർ ഫോൾസ് ഇതൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ഫോൾസ് എന്ന് പറയുന്നതിന് ഒരു നോട്ട് കറക്റ്റ് എന്ന് പറയില്ലേ. ഇങ്ങനെയൊക്കെ തരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കൂല അത് ഫോൾസ് എന്നാണ് ശ്രദ്ധിക്കാത്തവർ. ഇതിപ്പോൾ നോട്ട് എസെൻഷ്യൽ ആണ്. പക്ഷെ നമ്മൾ ആ നോട്ട് ശ്രദ്ധിച്ചില്ലെങ്കിൽ എസെൻഷ്യൽ കമ്പോണന്റ് എന്ന് മാർക്ക് ചെയ്യും. സോ ഇതിന് ആൻസർ ഏതായിരിക്കും? ഒന്ന് ആലോചിച്ച് നോക്കിയേ. Which of the following is not essential component to perform a mail merge option? Mail merge option perform ചെയ്യുന്നതിലേക്ക് ആവശ്യം അല്ലെങ്കിൽ എസെൻഷ്യൽ അല്ലാത്ത അവിഭാജ്യ ഘടകമല്ലാത്ത കമ്പോണന്റ് ഏതെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ ആണ് ആ ക്വസ്റ്റ്യൻ. അപ്പൊ ഓപ്ഷൻസ് നോക്കുക. ഓപ്ഷൻ എ മെയിൻ ഡോക്യുമെന്റ്, ഓപ്ഷൻ ബി ഡേറ്റ സോഴ്സ്, ഓപ്ഷൻ സി മെയിൽ മെർജ് ഫീൽഡ് ആൻഡ് ഓപ്ഷൻ ഡി വേർഡ് ഫീൽഡ്. ഇതിൽ ഏതാണ് വേണ്ടത്? നമുക്കൊരു മെയിൻ ഡോക്യുമെന്റ് വേണോ? വേണം. ഡേറ്റ സോഴ്സ് വേണോ? വേണം അല്ലേ. ഡേറ്റ സോഴ്സ് ഉണ്ടെങ്കിലല്ലേ നമുക്ക് സെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ മെർജ് ഫീൽഡ് വേണ്ടേ? വേണം. അപ്പൊ ഇതിൽ വേണ്ടാത്തത് ഏതാണ്? ഇത് 3 നമുക്ക് ആവശ്യമാണ്. സോ അവർ ആൻസർ ഈസ് വേർഡ് ഫീൽഡാണ് നമുക്ക് ആവശ്യം അല്ലാത്തത്. ശ്രദ്ധിക്കുക. ഒന്നുകൂടി ഇതായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. കുറച്ചുകൂടി ശ്രദ്ധിച്ച് പഠിക്കേണ്ടതാണ്. നോട്ട് എസെൻഷ്യൽ മെയിൽ മെർജ് ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യമല്ലാത്ത കമ്പോണന്റ് ഏതെന്നാണ് ചോദ്യം. മെയിൻ ഡോക്യുമെന്റ് വേണം, ഡേറ്റ സോഴ്സ് വേണം, മെർജ് ഫീൽഡ് വേണം. അപ്പൊ പിന്നെ ഇതിനകത്ത് വേണ്ടാത്തത് ഏതാണ്? വേർഡ് ഫീൽഡാണ് അല്ലെ. വേർഡ് ഫീൽഡാണ് നമുക്കിതിൽ ആവശ്യം ഇല്ലാത്തത്. ഇന്നത്തെ സെക്ഷൻ ഇവിടെ അവസാനിക്കുകയാണ്. നമ്മൾ അടുത്ത പുതിയ കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണുന്നത് വരേക്കും ടാറ്റ, ബൈ ബൈ.